എന്തിനാ ഇത്ര വലിയ മാവട്ടും? അതിന് മാത്രം നടവരൊന്നുമില്ലല്ലോ. കള്ളന്മാർക്ക് ഇപ്പോൾ എളുപ്പമായിരിക്കും. എന്റെ സുരേ, അങ്ങോട്ട് മാറുക. ശരി ശരി. ആ പുഷ്പാഞ്ജലിയുടെ പ്രസാദമായിട്ട് വാ. ശരി. എന്റെ സുരേ, സൂര്യല്ല സജ്ജി. കള്ളന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വാവട്ടത്തിന്റെ കാര്യം സീസണായി കഴിഞ്ഞാൽ ആന്ധ്രയെന്നൊക്കെയാണ് അയ്യപ്പന്മാർ ഇവിടേക്ക് വരണേ. അവരാണെങ്കിൽ ഈ വലുപ്പുള്ള മാലയാണ് ഊരിയിട്ട് ഭണ്ണാരത്തിലേക്ക് അങ്ങോട്ട് ഇടണേ. സാമ്പത്തികമായിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ദേവി കാത്തോണേ. അതിലൊക്കെ എന്ത് കാര്യം എൻ്റെ രാമേട്ട? മരിച്ച തല തെക്കോ വടക്കോ. അതെ, ഇവിടെ നിന്ന് ആരൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. കൊച്ചുണ്ണി, ഇവനെന്താ പറ്റിയതാ? മേടിക്കാൻ വിട്ടവൻ അടിച്ചു തീർത്ത്. എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കോണ്ട് ഇനി ആകെ ഇതേ ഉള്ളൂ. അയ്യോ എടാ സാറ് 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 മോനെ ടിറ്റോ. ഓ, എന്താ കോപ്പറം നിൽക്കുന്ന ഇരിക്ക്. മോനെ ടിറ്റോ, സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതെൻ്റെ വാക്കാ. പറ, നിൻ്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരെയും പേര് പറഞ്ഞോ? പറയടാ മോനെ. ടിറ്റോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞോ? പറയടാ, ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് ഷർട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറെ. പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് അടിച്ചു. മാഷെ, എനിക്കറിയാം മാഷെ, നമുക്കെല്ലാ മൂത്തപ്പന്മാരെയും പൊക്കാം. മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തിനാണ് സാർ പോലീസ്? എടാ, സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതെ സാറേ, ഞാനില്ല, എനിക്ക് ഹറാമാണ്. എനിക്കും. ഹറാമാ? എന്നാ ക്ഷമിക്കേ, ഹറാമുള്ളവരൊക്കെ പോകും. നിങ്ങളോ? പറഞ്ഞോ, ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, ഇവൻ എന്താ ചെയ്യണ്ട മാഷേ? ഒന്നും ആലോചിക്കാനില്ല, ഡിസ്മിസിൽ അടിച്ചു കൊടുത്തേക്കാം. അല്ല മാഷേ, ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം? നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല. അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം. ഇപ്പൊ വിട്ടേക്കാം. ഒന്നും എടുത്തോണ്ട് പോടാ. എടാ ചെറുക്കണേ, ഈ പഞ്ചായത്തിലെ ഇവർക്കുണ്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും. അവർക്ക് മാസം 5 രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ എൻ്റെ അടുക്ക ഫ്രീ ചോദിച്ചു വന്നാണ്ടല്ലോ. ഞാൻ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ കത്തിക്കോളാം പച്ചക്ക്. സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് കരുതണം. അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ 20 രൂപ മാസവരി വാങ്ങുന്നത്. അല്ലാട്ടാ, 20 രൂപ ഇത്തിരി കൂടുതലല്ലേ? സീഡിക്ക് വരെ 10 രൂപയേ ഉള്ളൂ. 3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ പോലെ കുളിസിനും കാണണ്ട, അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ നീ കുളിസിയും കാണുമ്പോൾ ഏതൊക്കെ തെങ്ങ പിടിച്ചു തോന്നും. ഇല്ലല്ലേ, ചിലതൊന്നും നീ താങ്ങുകയല്ല. പിന്നെ എന്നേതാ ഒരു ഉപദേശം തരാം, തല്ലി മേടിക്കാൻ നോക്കണം. നീ CD കാസറ്റ് ഇട്ട് കാണുന്ന പോലെയല്ല ഇത്. ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും. നീ ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു വലിയ
നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം. നിന്റെ ആ കുണ്ടലിനിയൊക്കെ അങ്ങോട്ട് ഉണരും. പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ. ആ സത്യം. സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നീ അങ്ങനെ ഉണ്ടാകണ്ട കേട്ടോ. ആ